ലോക കിരീടം നേടി ഇന്ത്യ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ഉറക്കെ പറയാൻ കഴിയുന്ന പേര് അത് സഞ്ജു സാംസണാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോയിന്റെ അച്ഛനാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു അഭിമാന നിമിഷം, സന്തോഷത്തിൽ, അതീവ സന്തോഷത്തിലാണ് അല്ലേ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. 3 മാച്ച് കണ്ടിന്യൂ പെർഫോം ചെയ്യുക, രാജ്യം കപ്പടിക്കുക, അതിനകത്ത് സഞ്ജു ഒരു നല്ലൊരു പാർട്ടായി മാറുക, ഭയങ്കര സന്തോഷം. ഈ കളിക്കാൻ പോകുന്നതിന് മുന്നേ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര റൺ എടുക്കും, അങ്ങനെയൊക്കെ കരുതിയിരുന്നു അച്ഛൻ? വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന എനിക്കറിയില്ലായിരുന്നു. വേൾഡ് കപ്പ് അവന് കിട്ടില്ലെന്നേ വിചാരിച്ചു. 5 കളി തോറ്റു, 5 കളി നാശമായി. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വേൾഡ് കപ്പ്. ഈ ന്യൂസിലൻഡ് പര്യടനം നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ 5 കളിയിൽ എൻ്റെ മകൻ പരാജയപ്പെട്ടു. വേൾഡ് കപ്പിലും ഉണ്ടാകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതിലൊരു പ്രത്യേകതയുണ്ട്, ന്യൂസിലാൻഡിനെതിരെ തന്നെ കൊടുത്ത് പ്രതികാരം വിട്ടുന്നു എന്നുള്ളതല്ല. അവർ വന്നാവൻ തിരിച്ച് അവരടിക്കുമെന്ന് എനിക്കറിയാം. നമ്മളുള്ള കാര്യമാണ്. അവർ ഫൈനലിൽ വന്നു. എൻ്റെ മകൻ 2 കളി കളിച്ച രീതി എനിക്കറിയാം. ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും കളിച്ച രീതി എനിക്കറിയാം. ആ രീതി വെച്ച് നോക്കുമ്പോൾ ഈ കളിയിൽ അവൻ അവരെ തിരിച്ചടിക്കും. കാരണം 5 കളി അവൻ അങ്ങനെ ഒരാളെ തോറ്റുമടങ്ങുന്ന ഒരു സ്വഭാവം ഇല്ല. തോറ്റുമടങ്ങുന്ന സ്വഭാവം എൻ്റെ മക്കൾക്കില്ല. എൻ്റെ മക്കൾ തോറ്റുമടങ്ങില്ല. അങ്ങനെ എൻ്റെ അടുത്ത് മടങ്ങാൻ അവർക്ക് ഒക്കില്ല. എൻ്റെ മക്കൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവന്മാർ എവിടെയെങ്കിലും തോറ്റിട്ട് എൻ്റെ മുമ്പ് വരാൻ ഒക്കില്ല. അപ്പോൾ ഇവർ ന്യൂസിലൻഡ് ഇടയ്ക്ക് അവന് തോറ്റത് അവൻ തിരിച്ചടിക്കും. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മടിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ കാര്യവട്ടത്ത് തന്നെ കളി നടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളിലേക്ക് ആള് പോയി, പക്ഷെ അത്തരം പ്രതീക്ഷയിലേക്ക് എത്തിയില്ല. അന്നൊക്കെ വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിരിച്ചറിച്ചുകൊണ്ട് അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ന്യൂസിലൻഡിന്റെ പ്രോഗ്രാമായിട്ട് സംബന്ധിച്ച് പറഞ്ഞ അതല്ലേ, അവൻ ന്യൂസിലൻഡിനെ തിരിച്ചടിച്ചു. അപ്പൊ അവന്റെ ആ ഒരു പ്രയാസം മാറി. ഞാൻ 5 ലോകത്തിന് മുമ്പിൽ സഞ്ജു ഒരു ആസ് എ ക്രിക്കറ്റർ 5 കളി ഒരു ടീമിന്റെ മുമ്പിൽ അവൻ തോറ്റു. അവന്റെ ഇന്നിംഗ് അവിടെ അവന് ഇവരെ തിരിച്ചു കിട്ടണം, എന്തെങ്കിലും ഇവരെ തിരിച്ചു കിട്ടണം, ഞാൻ തിരിച്ചടിക്കണം എന്നുള്ള ചിന്ത അവൻ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. അതായത് നമ്മൾ ഹിന്ദിയിലൊരു പറഞ്ഞു കുന്തക്ക്, ഉള്ളിൽ കുന്തക്കില്ലെങ്കിൽ പിന്നെ സ്പോർട്സ്മാൻ അല്ല. അവൻ എന്നെ അടിച്ചോ, അവൻ എന്നെ ഇവനെ ഞാൻ കിട്ടിയാ തിരിച്ചടിക്കും. അവൻ അടിച്ചു, ദാറ്റ്സ് ഓൾ. അവൻ എന്റെ പിള്ളേടിക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് ഞങ്ങൾ കളി കാണാൻ മുമ്പ് എന്റെ ശ്രീമതി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, ഇപ്പം എനിക്ക് പേടിയൊന്നും. ചിലപ്പോൾ ടെൻഷൻ വരുമ്പോഴേ അവിടെ ഇരുന്ന് കളി കണ്ട ഔട്ടാവുമോ, ഇവിടെ ഇരുന്ന് കളി കണ്ട ഔട്ടാവുമോ. അപ്പം ഞാൻ അവിടെ ഈ 2 കളിയില്ലേ, ഈ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും എൻ്റെ മുറിക്കകത്ത് അടച്ചിരുന്ന് മൊബൈലിൽ കളി കണ്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കളി എനിക്ക് മൊബൈൽ കാണണ്ട, നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പം എൻ്റെ ശ്രീമതി പറഞ്ഞു, ഇല്ല ചേട്ടാ അവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്നപ്പോൾ ജയിച്ചാൽ മതി, അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞ് എനിക്ക് ആവശ്യമൊക്കെ പോയി. ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമൊക്കെ പോയി, ഇനി എവിടെ ഇരുന്നാലും എനിക്ക് പേടിയില്ല, അവൻ കളിക്കും. പ്ലെയർ ഓഫ് ദി സീരീസ്. ഭയങ്കര സന്തോഷം. അപ്പൊ അമ്മയ്ക്ക് ആരോഗ്യം എങ്ങനെയുണ്ട്? അമ്മ അവിടെ എനിക്കൊന്ന് ആശുപത്രി കിടക്കയിൽ നിന്നാണ് അമ്മ ഇത് കളി കാണുന്നതാണോ? ഇല്ല, കിടക്കയില്ല, വീട്ടിൽ വന്നല്ലോ. അഡ്മിറ്റായി പേര് വെട്ടി വീട്ടിൽ വന്നു. വീട്ടിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ചില്ല. ഓക്സിജൻ മാസ്ക് വെച്ച് എന്റെ ശ്രീമതി ഇങ്ങനെ ശ്വസിച്ച് കടന്ന് കണ്ടു, ഞാൻ ഇരുന്ന് കണ്ടു. അവിടെയുള്ള ആളുകളെക്കാൾ, ആ സ്റ്റേഡിയത്തിലുള്ള ആളുകളെക്കാൾ ടെൻഷൻ വീട്ടിലുള്ള നിങ്ങൾ രണ്ടുപേർക്കും ആയിരിക്കും അല്ലേ? ടെൻഷൻ ഇല്ല. ഇന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മോൻ ക്വാർട്ടർ ഫൈനൽ കളിച്ച് ഫ്രീ ആയി ആ കളിയുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ചെറിയ ഷോട്ട് പോലും തെറ്റായിട്ട് അവൻ കളിച്ചിട്ടില്ല. കൃത്യമായിട്ട് ക്ലാസിക് ഷോട്ടുകളിലൂടെ അവൻ സ്കോർ ചെയ്ത് കളി ജയിച്ച് മാൻ ഓഫ് ദി മാച്ചായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവന്റെ ഇനി അവന് അങ്ങനെയാണല്ലോ, അവൻ പണ്ടേ അങ്ങനെയാണല്ലോ. ഒരിടത്ത് മാത്രമല്ല ഫെയിലായി പോയതുള്ളൂ. ഒരു 4-5 മാസം മുമ്പല്ലേ അവൻ ഇങ്ങനെ ഫെയിലായി പോയതു. 2 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് അവൻ ക്വാർട്ടർ ഫൈനലിൽ തിരിച്ചു വന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്കറിയാം അവൻ തിരിച്ചു വന്ന് എനിക്ക് വലിയ സന്തോഷം. അങ്ങനെ രാജ്യത്തിന് അഭിമാനമായി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താണ് പറയാനുള്ളത്? മോനോട് എന്താ പറയാനുള്ളത്? എൻ്റെ മകൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തരാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് തന്നത്. കാരണം ഞാനും എൻ്റെ ശ്രീമതിയും ഒരു 3 വയസ്സ് 4 വയസ്സ് പ്രായത്തിൽ എൻ്റെ മക്കളെ കളിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. ഞാൻ ഗ്രൗണ്ടിൽ എൻ്റെ മക്കളെയും കൊണ്ട് കളിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഇങ്ങനെയാണ്. അതെൻ്റെ ക്വാർട്ടേഴ്സ്, ഇത് റോഡ്, ഇതെൻ്റെ ഗ്രൗണ്ട്. ഞങ്ങൾ എൻ്റെ മക്കളും കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ശ്രീമതി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗ്രൗണ്ടിൽ വരും. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരെയും ഫീൽഡിങ്ങിന് നിൽക്കും. വല്ലതല്ലേ, ഞാൻ ബോൾ ചെയ്യും, എൻ്റെ മോൻ ഒരു മൂത്തവൻ എൻ്റെ ശ്രീമതിയും ഫീൽഡ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കാൻ പോകും. ലഞ്ച് ഉണ്ടാക്കി പിന്നെയും കൊണ്ടുവരും. ഇവിടെ ഞങ്ങളുടെ പോലീസ് ഗ്രൗണ്ടേ. അപ്പോൾ എൻ്റെ മക്കളുടെ ഇതിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ 2 മക്കളെയും കൊണ്ട് നടന്ന ഞങ്ങൾക്ക് ഇതിനപ്പുറം വേറെ സന്തോഷം വേറെ ഇല്ല. എനിക്ക് എൻ്റെ വീട്ടുകാരിക്കും.
കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ സന്തോഷം നൽകിക്കൊണ്ടാണ് ഇതാ രാജ്യം ഇന്ന് ഇങ്ങനെ ആ വേൾഡ് കപ്പ് വിജയത്തെ ആഘോഷിക്കുന്നത്. ആ സന്തോഷത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ സ്വകാര്യ അഹങ്കാരമുണ്ട് എന്നത് കരുതിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.